Hello all, welcome to Transportation System and Safety class. നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഹാർബേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ബ്രേക്ക് വാട്ടേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഈ ഒരു വീഡിയോയിൽ രണ്ട് ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ബ്രേക്ക് വാട്ടേഴ്സും അതേപോലെ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ഡോഗ്സും. രണ്ട് ചാപ്റ്ററും കമ്പൈൻ ആയിട്ടാണ് ഈ വീഡിയോയിലുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് ബ്രേക്ക് വാട്ടേഴ്സ് തുടങ്ങാം. എന്താണ് ബ്രേക്ക് വാട്ടേഴ്സ്? നമ്മൾ നേരത്തെ കണ്ട സ്ലൈഡിലും എല്ലാം കണ്ടു. ഫിഗറിലൊക്കെ നോക്കുക. നമ്മളുടെ സീ ഏരിയയിൽ നമ്മൾ കാണുന്ന ഒരു കൺസ്ട്രക്ഷനാണ് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രൊട്ടക്റ്റീവ് ബാരിയർ constructed to enclose harbors and to keep the harbor waters undisturbed by the effect of heavy and strong seas. ഓക്കെ, പൊതുവേ നമ്മൾ ഈ ബ്രേക്ക് വാട്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക ഹാർബേഴ്സിൻ്റെ ഒക്കെ നിയർ ആയിട്ടാണ് അല്ലേ. അപ്പോൾ എന്താണ് ഹാർബേഴ്സ്? അതൊരു മറൈൻ കൺസ്ട്രക്ഷൻ തന്നെയാണ്. സോ ഹാർബേഴ്സ് എന്തിനാണ് നമ്മൾ വെസൽസൊക്കെ നമ്മൾ നിർത്തിയിടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. കുറച്ച് ദിവസങ്ങൾക്കൊക്കെ നമ്മൾ വലിയ ഷിപ്സും കാര്യങ്ങളൊക്കെ അൺലോഡിങ്ങിനും ലോഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നിർത്തിയിടുന്ന ഒരു ഏരിയ അല്ലേ, അതാണ് ഹാർബേഴ്സ്. സോ ഈ ഹാർബേഴ്സിന് എന്തായിരിക്കണം, ഇങ്ങനത്തെ നമ്മൾ സീയിൽ നമ്മൾ ഹെവി ആയിട്ടുള്ള വേവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു ഹെവി വേവ്സിനെയും കാര്യങ്ങളൊക്കെ ഒന്ന് തടഞ്ഞു നിർത്തിയിട്ട് ഹാർബറിനെയൊക്കെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബാരിയറാണ്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് ബാരിയർ ആണ് ഈ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ സീയിൽ നമ്മൾ ഹാർബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഫിഗറിൽ കാണുന്ന പോലെ ഒരു ബാരിയർ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഈ കടലിൽ നിന്നും സീയിൽ നിന്നും വരുന്ന ഹൈ എനർജി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫോഴ്സിൽ വരുന്ന വേവ്സിനൊക്കെ നമ്മൾ അവിടെ തടഞ്ഞു നിർത്തുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി യൂണിഫോം ആയിട്ടുള്ള ഒരു ലോഡിങ് അൺലോഡിങ് ഒക്കെ പറ്റും ഹാർബേഴ്സിൽ ഷിപ്സിൻ്റെ കാര്യം വരുമ്പോൾ. ഓക്കെ, അതിനാണ് നമ്മൾ ഈ ബ്രേക്ക് വാട്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഏരിയ ദസ് എൻക്ലോസ്ഡ് ആസ് എ സേഫ് ആങ്കറേജ് ഫോർ ഷിപ്സിന് ഒരു സേഫ് ആങ്കറേജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എന്ത് കാരണം, ഈ ബ്രേക്ക് വാട്ടർ ഇവിടെ കൺസ്ട്രക്ട് ചെയ്താൽ അല്ലേ, വേവ്സും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ കാർഗോ ലോഡിംഗ് ഒക്കെ കുറച്ചും കൂടെ സൗകര്യപ്രദമായിരിക്കും അല്ലേ. ഇനി ബ്രേക്ക് വാട്ടറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ ഈ ഓരോ സ്ലൈഡിലും ഓരോ ഫിഗർ കാണിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ബ്രേക്ക് വാട്ടേഴ്സാണ്. അപ്പം ഇവിടെ ഈ വേൾഡിലുള്ള ഓരോ സീയിലും കാണുന്ന ഓരോ ബ്രേക്ക് വാട്ടേഴ്സാണ് ഫിഗറിൽ കാണിക്കുന്നത്. സോ ഫസ്റ്റ് വൺ, ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടർ. സെക്കൻഡ് വൺ, മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ. ആൻഡ് തേർഡ്, അപ്രൈറ്റ് വാൾ ബ്രേക്ക് വാട്ടർ. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ബ്രേക്ക് വാട്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടർ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അതായത് ഒരു ഹെട്രോജീനിയസ് ആയിട്ടുള്ള നാച്ചുറൽ റബിൾ, നമ്മൾ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള വലിയ റബിൾസ് ഉണ്ടാവുമല്ലോ, വലിയ കല്ലുകൾ. അതിൻ്റെ പ്രത്യേകിച്ച് ഒരു ഷേപ്പിലൊന്നും ഡ്രസ് ഒന്നും ചെയ്യാതെ അൺഡ്രസ്ഡ് ആയിട്ട് നമ്മളിവിടെ ഹ്യൂജ് ബ്ലോക്സ് ആയിട്ട് അങ്ങനെ അസംബിൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ രീതിയിലാണ് ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടർ. ഒരു കുന്ന് പോലെ, ഒരുപാട് വലിയ വലിയ കല്ലുകൾ സീയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതങ്ങനെ ഹീപ്പായിട്ട് ഒരു കുന്ന് പോലെ വന്നിട്ട് ചെയ്യുന്നു, അതിന് കറക്റ്റ് തമ്മിൽ ഒരു ബോണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഒരു ബൾക്ക് ഓഫ് ഹ്യൂജ് ബൾക്ക് ഓഫ് വെയിറ്റൊക്കെ ഉള്ള ബ്ലോക്സാണ്. ആ രീതിയിൽ ഒന്നുകിൽ നാച്ചുറലി ആയിട്ടുള്ള റബിൾ അൺഡ്രസ്ഡ് ആയിട്ട് അങ്ങനെയും കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യലി നമുക്ക് ഹ്യൂജ് ബൾക്കും ഹ്യൂജ് വെയിറ്റൊക്കെ ഉള്ള വലിയ ആർട്ടിഫിഷ്യൽ ബ്ലോക്സ് വെച്ച് നമുക്കിത് ചെയ്യാം. ഓക്കെ, പ്രത്യേകിച്ച് ഒരു ബോണ്ടോ അല്ലെങ്കിൽ ഓരോ ലെയറായിട്ട് ബെഡിങ് പോലെയോ ഒന്നും ഇല്ലാതെ വെറുതെ റാൻഡംലി ഇങ്ങനെ ഓരോ വലിയ റബിൾസ് ഇങ്ങനെ അസംബിൾ ചെയ്തിട്ട് ഹീപ്പ് പോലെ ആക്കി വരുന്നതാണ് ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതങ്ങനെ സീയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കുന്ന് പോലെ വരുന്നു. അതാണ് പറഞ്ഞിട്ടുള്ളത് സീറ്റിൽ ദ ഹീപ്പ് ഓർ മൗണ്ട് എമേർജസ് ഔട്ട് ഓഫ് ദി വാട്ടർ. വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഈ മൗണ്ട്, ഈ ഒരു കുന്ന് മുകളിലേക്ക് വരുന്നത് വരെ നമ്മൾ ഈ സ്റ്റോൺസ് ഇങ്ങനെ ഡംപ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ നല്ല രീതിയിലേക്ക് ഇതിനെ കൺസോളിഡേറ്റ് ചെയ്ത് നിർത്തുന്നത് എങ്ങനെയാണ്, ഈ വേവ്സ് വന്നിടിക്കുമ്പോഴാണ് ഈ വേവ്സിൻ്റെ ആക്ഷൻ കാരണം ഗ്രാജുവലി അത് നല്ല സൈഡ് സ്ലോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി വന്നോളും. ഓക്കെ,
പിന്നെ ഈ എത്രത്തോളം റബിൾ വേണം എന്നുള്ളത് നമ്മളുടെ ഈ ഒരു സീയിലുള്ള എന്താ പറയുക ഡെപ്ത്ത്, ടൈഡ്സിൻ്റെ റൈസ്, വേവ്സിൻ്റെ ഒക്കെ എക്സ്പോഷർ, ഇതെല്ലാം കൂടെ ബന്ധപ്പെടുത്തിയിട്ടാണ് എത്ര ക്വാണ്ടിറ്റി റബിൾ വേണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ. ഇവിടെ കുറച്ച് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കുറച്ചും കൂടി അസോർട്ടഡ് ആയിട്ടാണ് അല്ലേ. അവിടെ നമ്മൾ ഹെട്രോജീനിയസ് ആയിട്ട് വെറുതെ അങ്ങ് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പകരം സൈസിന് കറക്റ്റ് അക്കോർഡിംഗ് ആയിട്ടാണ് ഇവിടുത്തെ ഡംപിങ് വരുന്നത്. ഓക്കെ, അതായത് ഉള്ളിൽ സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു, ഉൾഭാഗത്തേക്ക് വന്നിട്ട് വലിയ കുറച്ചും കൂടി ലാർജ് സൈസുള്ളതെല്ലാം കൂടെ ഔട്ട്വേർഡ്സിലേക്ക് കൊടുക്കും. ആ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് അറേഞ്ച്മെൻറ്റ് വരുന്ന രീതിയിലാണ് മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ എന്ന ബ്രേക്ക് വാട്ടർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് കുറച്ചും കൂടി എന്താണെന്ന് വെച്ചാൽ ബിഗ്ഗർ സൈസ് എന്ന് പറയുന്നത് വേവ്സ് ആക്ഷന് എക്സ്പോസ് ചെയ്ത് നിർത്തും. ഓക്കെ, കുറച്ചും കൂടി ചെറിയതിനെ എന്ത് ചെയ്യും, കോറായിട്ട് സ്മോളർ സൈസ് ഉള്ളതിനെ കോറായിട്ട് ഉള്ളിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ബിഗ്ഗർ സൈസ് പുറത്തേക്ക് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ബ്രേക്ക് വാട്ടർ ഉള്ളത്. ഈ തേർഡ് വൺ ആണ് അപ്രൈറ്റ് വാൾ ബ്രേക്ക് വാട്ടർ. അതായത് നമ്മൾ സീയിൽ ഒരു മേസൺറി പോലെ ഒരു വാൾ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, വെർട്ടിക്കൽ വാൾ ഓഫ് മേസൺറി കോൺക്രീറ്റ് ബ്ലോക്സ് ഓർ മാസ് കോൺക്രീറ്റ് വിത്ത് വെർട്ടിക്കൽ ആൻഡ് സീവാർഡ് ഫേസസ്. ഓക്കെ, സീവാർഡ് ഫേസസിലേക്ക് ഇങ്ങനെ ഒരു വെർട്ടിക്കലി ആയിട്ടുള്ള ഒരു വാൾ തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് അപ്രൈറ്റ് വാൾ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസിഡൻറ്റ് വേവ്സ് ഇവിടെ വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്യും വിത്തൗട്ട് ഡിസിപ്പേറ്റിംഗ് മച്ച് വേവ് എനർജി. ഓക്കെ, ഒരുപാട് വേവ് എനർജി ഒന്നും ഡിസിപ്പേറ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ വേവ്സ് ഇവിടെ വന്ന് റിഫ്ലക്റ്റ് ചെയ്യും. ഇത് സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മളുടെ സീയിലെ വേവ്സ് ഉണ്ടല്ലോ, സീ വേവിൻ്റെ ഹൈറ്റ് നമ്മൾ ഡിസൈൻ വേവ് ഹൈറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ അത് വേവ് നമ്മളുടെ സീയുടെ ഡെപ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ട്വൈസ് ദ ഡിസൈൻ വേവ് ഹൈറ്റ് വരുന്ന കേസുകളിലാണ് പൊതുവെ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ വാൾ കൺസ്ട്രക്ഷനായിട്ട് ബ്രേക്ക് വാട്ടർ വരുന്നത്. സോ അത്രയുള്ള ബ്രേക്ക് വാട്ടറിനെ കുറിച്ച് പറയാനുള്ളത്. എന്താണ് ബ്രേക്ക് വാട്ടർ എന്നും അതുപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു, റൈറ്റ്. ഇനി നമ്മൾ 4th ചാപ്റ്റർ ആയിട്ടുള്ള ഡോഗ്സിലേക്ക് പോവാം. ഫിഗറിൽ നോക്കാം, ഡോഗ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ഫിഗറിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി എന്താണ് ഡോഗ്സ്? ഡോഗ്സ് എന്ന് പറയുന്ന ഒരു മറൈൻ സ്ട്രക്ചർ തന്നെയാണ്. നമ്മൾ ബ്രേക്ക് വാട്ടറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു മറൈൻ സ്ട്രക്ചറാണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബർത്തിങ് ഓഫ് വെസൽസ് ഫോർ ലോഡിങ് ആൻഡ് അൺലോഡിങ് കാർഗോ ആൻഡ് പാസഞ്ചേഴ്സ് അല്ലേ. കാർഗോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനൊക്കെ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മറൈൻ സ്ട്രക്ചറാണ് ഡോഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ എൻക്ലോസ്ഡ് ഏരിയാസ് ഫോർ ബർത്തിങ് ഷിപ്സ് ടു കീപ് ദം അഫ്ലോട്ട് അറ്റ് എ യൂണിഫോം ലെവൽ. അത് പൊതുവേ നമ്മളിപ്പം ഷിപ്സൊക്കെ നമ്മൾ കോസ്റ്റിന് അടുപ്പിച്ചിലേക്ക് നിർത്തുന്ന സമയത്ത് അതിങ്ങനെ വേവ് ആക്ഷൻ അതിന് നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. ഇപ്പം ഈ ഒരു ഡോക്കും കാര്യങ്ങളും കൺസ്ട്രക്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു യൂണിഫോം ആയിട്ട് അതിനിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ യൂണിഫോം ലെവലിൽ നിർത്തി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് എന്താണ് ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ കുറച്ചും കൂടെ ഫേവറബിൾ ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷൻസാണ് ഈ ഡോഗ്സ് ഒക്കെ പറയുന്നത്. ഓക്കെ, it is necessary for discharging of the cargo as ships require a number of days for discharging cargo അല്ലേ. ഷിപ്സിനൊക്കെ ഒരുപാട് ദിവസം വേണം അതിൻ്റെ കാർഗോ ഡിസ്ചാർജ് ചെയ്യാനൊക്കെ. അത്രയും ദിവസമൊക്കെ ഒരു യൂണിഫോം ലെവലിൽ വാട്ടറിൽ നിർത്തുക എന്ന് പറയാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അതിന് വേണ്ടിയിട്ടൊക്കെ അതിനൊക്കെ സൗകര്യം ഒരുക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡോഗ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി ഡോഗ്സിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തേത് വെറ്റ് ഡോഗ്സ് ഉണ്ട്, രണ്ടാമത്തേതായിട്ട് ഡ്രൈ ഡോഗ്സ് ഉണ്ട്. എന്താണെന്ന് ഓരോന്ന് നോക്കാം. വെറ്റ് ഡോഗ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഡെഫിനിഷൻ, അതായത് ഈ വെസൽസിൻ്റെ ഒക്കെ അൺലോഡിങ്ങിനും ലോഡിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നതാണ് വെറ്റ് ഡോഗ് എന്ന് പറയുന്നത്. പാസഞ്ചേഴ്സിന് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും അതുപോലെ കാർഗോ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഡോക്കാണ് സാധാരണ നമ്മൾ പറഞ്ഞിട്ടുള്ള കോമൺ, അതായത് ഡോഗ് അല്ലെങ്കിൽ വെറ്റ് ഡോഗ് എന്ന ഒരു യൂസേജാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഒരു വലിയൊരു ക്രൂസ് ഷിപ്പിൻ്റെ ഡോക്കാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അപ്പോൾ ഡ്രൈ ഡോഗ്സ് എന്താണ്? ഡ്രൈ ഡോഗ് എന്ന് പറയുന്നത് ഡോക്ക് തന്നെയാണ്, പക്ഷേ അവിടെ ലോഡിങ്ങും അൺലോഡിങ്ങും ആയിരിക്കില്ല ഉണ്ടാവുക. അവിടെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വെസൽസിനെ നിർത്തിയിടാനാണ് ഡ്രൈ ഡോഗ്സ് കൊടുക്കുന്നത്. ഓക്കെ, ദ ഡോഗ്സ് യൂസ്ഡ് ഫോർ റിപ്പയർസ് ഓഫ് ഷിപ്സ്. ഇനി ഈ ഡ്രൈ ഡോക്ക് തന്നെ ഒരു 5 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് അതിൻ്റെ പേരുകൾ മാത്രം നോക്കി വെച്ചാൽ മതി. എന്താണ്? ഗ്രേവിംഗ് ഓർ ഡ്രൈ ഡോക്സ് എന്ന് പറയാം. ഡ്രൈ ഡോക്ക് അല്ലെങ്കിൽ ഗ്രേവിംഗ് രണ്ടും സെയിം നെയിം. പിന്നെ ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്ക് ഉണ്ട്, മറൈൻ റെയിൽവേ ഡോക്ക് ഉണ്ട്, ഷിപ്പ് ലിഫ്റ്റ് ഡ്രൈ ഡോക്സ് ഉണ്ട്, സ്ലിപ്പ് വേസ് ഉണ്ട്.
ഓക്കെ, ഫിഗറിൽ കാണിക്കുന്നത് ഒരു ഇംഗ്ലണ്ടിലുള്ള ഒരു സ്മോൾ ഡ്രൈ ഡോക്കിൻ്റെ ഫിഗറാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇനി ഷേപ്പ് ഓഫ് ഡോഗ്സ് ആൻഡ് ബേസിൻസ്. ഈ ഡോഗ്സിൻ്റെ ബേസിൻസിൻ്റെയൊക്കെ ഷേപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ആയിരിക്കണം. എന്തിനാണ്? ഷിപ്സ് അതിൽ എലോങ് അതിൻ്റെ കൂടെ തന്നെ നിർത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ആണ് ഏറ്റവും നല്ലത്, അല്ലേ? കർവ്ഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ അത്ര തന്നെ കൺവീനിയൻ്റ് അല്ല ഷിപ്സിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മാക്സിമം ലെങ്ത്ത് കിട്ടുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ ഒരു ഏരിയയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡോഗ്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻലൻഡ് പോർട്സ് ഓഫ് റിവേഴ്സിലോ എസ്റ്റുറീസിലോ ഓപ്പൺ സീ കോസ്റ്റിലൊക്കെയാണ് സാധാരണ ഡോഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ. മറ്റൊരു കാര്യം, അതിൻ്റെ അപ്രോച്ചസ് എന്ന് പറയുന്നത് സഫിഷ്യൻറ്റ് ഡെപ്തും ഷെൽട്ടേഡും ആയിരിക്കണം. സഫിഷ്യൻറ്റ് ഡെപ്ത് ഉണ്ടായിരിക്കണം, പിന്നെ ഷെൽട്ടേഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ ഉണ്ടായിരിക്കണം, അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫൗൾഡ് ആൻഡ് ലീക്ക്ഡ് വാട്ടർ ഒക്കെ ഉണ്ടാവുമല്ലോ ഡോഗ്സ്. അപ്പം അതൊക്കെ എന്താ പറയുക, ഡെയിലി അല്ലെങ്കിൽ അതിൻ്റെ പീരിയോഡിക്കലി അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രഷ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി എല്ലാം എന്താണ് ഈ ഒരു ഡോഗ്സിൻ്റെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ബ്രേക്ക് വാട്ടറിൻ്റെയും ഡോക്കിനെ കുറിച്ച് ചെറിയ ചെറിയ കുറച്ച് കൺസെപ്റ്റ്സുകൾ മാത്രമേ പറയേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ പിന്നെ കാണാം. താങ്ക് യു.